ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷവോമിയുടെ ഒരു ആൻഡ്രോയിഡ് ബോക്സാണ്. ഈ ബോക്സിന് മുകളിലായിട്ട് തന്നെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോംകാസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്, 4K അൾട്രാ എച്ച് ഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓക്കെ ഗൂഗിൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരുവിധം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യും. OTT ആപ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട്. അത് സൈഡിലായിട്ട് HDMI പോർട്ട് കാണിക്കുന്നുണ്ട്, അതുപോലെ വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിലായിട്ട് HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 64 ബിറ്റ് ക്വാഡ് കോർ CPU ഉണ്ട്. അതുപോലെ തന്നെ റാം വരുന്നത് 2GB ആണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത് 8GB ആണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒപ്പം വരുന്നത് ഒരു ബ്ലൂടൂത്ത് റിമോട്ട്, ഒരു HDMI കേബിൾ, ഒരു പവർ അഡാപ്റ്ററാണ്. ഇത്രയും സാധനമാണ് ഈ പാക്കേജിൽ വരുന്നത്. നമ്മുടെ വീട്ടിലുള്ള പഴയ TVയും അതുപോലെ തന്നെ LED TV, നോൺ സ്മാർട്ട് TV എല്ലാം നമുക്കൊരു ആൻഡ്രോയിഡ് TV ഒക്കെ മാറ്റാനുള്ളൊരു ഡിവൈസാണിത്. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്ന് ഏകദേശം 3400 രൂപയ്ക്കാണ്. ഈ ബോക്സ് തുറക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ആൻഡ്രോയിഡ് ഡിവൈസാണ്. ബ്ലാക്ക് മാറ്റ് ഫിനിഷിലാണ് ഡിവൈസ് വരുന്നത്. അതുപോലെ അധികം തിക്നെസ് ഒന്നുമില്ല. ബാക്കിലായിട്ട് നമുക്ക് പവർ പോർട്ട് കൊടുത്തിട്ടുണ്ട്, HDMI പോർട്ട് കൊടുത്തിട്ടുണ്ട്, USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ഓക്സ് കേബിളിൻ്റെ പോർട്ടും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് വേറെ സ്വിച്ചസ് ഒന്നുമില്ല. ബാക്കിലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ അധികം വെയിറ്റില്ലാത്തൊരു പ്രൊഡക്റ്റാണത്, വെയിറ്റ്ലെസ് ആണ്. പിന്നെ വരുന്നത് അതിൻ്റെ വാറൻറ്റി കാർഡും അതുപോലെ തന്നെ യൂസർ ഗൈഡുമാണ്. അതിലെങ്ങനെ കണക്ട് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബോക്സിൽ വരുന്നത് നമുക്ക് പവർ കേബിൾ വരുന്നുണ്ട്. പവർ കേബിൾ ഏകദേശം 1 മീറ്റർ നീളമുള്ള, അത് HDMI കേബിളാണ്. HDMI കേബിൾ ഏകദേശം ഒരു 1/2 മീറ്റർ നീളമുള്ള HDMI കേബിളാണ് വരുന്നത്. വളരെ ചെറുതാണ്. പിന്നെ വരുന്നത് അതിൻ്റെ പവർ അഡാപ്റ്ററാണ്. പവർ അഡാപ്റ്ററിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഏകദേശം 1 മീറ്ററിൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അഡാപ്റ്റർ ആണെങ്കിലും അതിൻ്റെ HDMI നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ വരുന്നത് ഒരു ബ്ലൂടൂത്ത് റിമോട്ടാണ്. ഈ റിമോട്ട് ഫുൾ ബ്ലൂടൂത്താണ്. നമുക്ക് വോയിസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഗൂഗിൾ വെച്ചിട്ട് നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ആമസോണിൻ്റെയും ബിൽറ്റ് ഇൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്യൂ ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ, വളരെ കുറച്ച് ബട്ടൺസേ ഉള്ളൂ. അതിൽ തന്നെ എല്ലാ ഫങ്ഷൻസും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ല സ്ലിം ക്യൂട്ടായിട്ടുള്ളൊരു റിമോട്ടാണ്. ഇത്രയും ഐറ്റംസാണ് ബോക്സിൽ വരുന്നത്. ഞാൻ ഡിവൈസിൻ്റെ TVയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ആൻഡ്രോയിഡ് സ്ക്രീൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ഹോം സ്ക്രീൻ വരുന്നത്. അപ്പോൾ നോർമലി ആൻഡ്രോയിഡ് TVയുടെ ഹോം സ്ക്രീൻ പോലെ തന്നെയാണ് വരുന്നത്. ഞാൻ HDMI 1 അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ സ്മൂത്താണ്, ലാഗൊന്നുമില്ല, വളരെ സ്മൂത്താണ്. എൻ്റെ ആൻഡ്രോയിഡ് TV ആണ്, പക്ഷേ അതിലായിട്ടും സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. വൈഫൈൻ്റെയും ബാക്കി ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഡിവൈസ് ഉണ്ട്. അതിലും ബ്ലൂടൂത്ത് ആക്സസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത്രയും ഡിവൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹെഡ്ഫോണൊക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡിവൈസ് പ്രിഫറൻസിൽ പോയി ഈ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരുന്നതാണ്. ഈ ഡിവൈസിൽ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ വയ്ക്കുന്ന ഒരുപാട് ആപ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ജസ്റ്റ് നമുക്ക് ഒരു ആപ്പിൽ ഗെയിം ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ബീച്ച് ബഗ്ഗി ഒരു ഗെയിമിൽ കാണിക്കുന്നുണ്ട്. ആ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഗെയിം കളിക്കുന്നത് നമുക്ക് റിമോട്ടിൽ കളിക്കാൻ പറ്റും. ചില ഗെയിംസ് നമുക്ക് ഗെയിം പാഡ് വെച്ച് കളിക്കാൻ പറ്റും. അപ്പോൾ ഗെയിം പാഡ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതിൻ്റെ USB ഈ ഡിവൈസിൻ്റെ ബാക്കിൽ കണക്ട് കഴിഞ്ഞാൽ ഗെയിം പാഡ് വെച്ച് കളിക്കാൻ പറ്റും. ഇപ്പോൾ ഗെയിം ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഗെയിം ഡൗൺലോഡ് ആവുന്നുണ്ട്. നമ്മുടെ നെറ്റ്വർക്കിന് സ്പീഡ് പോലെയിരിക്കും.
പക്ഷേ ഇത് ഡിവൈസിൻ്റെ സൈഡിൽ നിന്ന് ലാഗൊന്നും വരുന്നില്ല, കറക്റ്റായിട്ട് ഡൗൺലോഡ് ആവുന്നുണ്ട്. നമുക്ക് ഗെയിം ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് കളിച്ച് നോക്കാം കുറച്ച് നേരം. ഇതിന് പ്രൊമോ വീഡിയോ കാണിക്കാൻ, പ്രൊമോ വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കാം. ഈ റിമോട്ടിൽ വോയിസ് അസിസ്റ്റൻ്റ് എങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ജസ്റ്റ് ഈ റിമോട്ടിന് മുകളിലുള്ള ഗൂഗിൾ അസിസ്റ്റൻ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് വേണ്ട കാര്യം പറഞ്ഞാൽ മതി. ഓപ്പൺ യൂട്യൂബ്. Opening YouTube. ഓപ്പൺ നെറ്റ്ഫ്ലിക്സ്. Opening Netflix. നെക്സ്റ്റ് നമുക്കിതിൻ്റെ യൂട്യൂബ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. യൂട്യൂബിൽ 4K വീഡിയോസ് പ്ലേ ആവുന്നുണ്ട് നോക്കാം. ജസ്റ്റ് ഞാനൊരു 4K വീഡിയോ ഇതിൽ പ്ലേ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ വീട്ടിൽ പ്രൊജക്ടറിലേക്കാണ് ഈ ആൻഡ്രോയിഡ് ബോക്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പ്രൊജക്ടറിൻ്റെ അതുപോലെ തന്നെ ഗെയിം പാഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓവറോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് നല്ല വൃത്തി പ്രൊഡക്റ്റാണ് ഈ പ്രൈസ് റേഞ്ചിൽ. അതുപോലെ നല്ല പോർട്ടബിളാണ്, നമുക്ക് എവിടെയും കൊണ്ട് നടക്കാം. അതുപോലെ തന്നെ നമുക്ക് OTT എല്ലാത്തിലും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും കൊണ്ടാണ് നമുക്ക് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റിമോട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിക്കാം, വൈഫൈ കണക്ട് ചെയ്യാം, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റാണ്, ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും. ഞാൻ ഈ പ്രൊഡക്റ്റ് ഏകദേശം 6 മാസം യൂസ് ചെയ്തിട്ടാണ് ഈ റിവ്യൂ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലത്തെ കൂടിയ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.